ചില ചോദിക്കുന്ന ഈ റമദാൻ മാസമായിട്ട് എന്തേ ഒരു കാര്യം പറയാനില്ലേ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനില്ലേ? എന്താ നമ്മളായിട്ട് പറയുന്നത്? ഉസ്താദന്മാർ വേണ്ടവണ്ണം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പള്ളിയും പള്ളി കമ്മിറ്റിയായിട്ടൊക്കെ ഇടയേണ്ടി വരും. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതിന് നല്ലത് പറയുന്നത് ഉസ്താദന്മാർ തന്നെ പറയട്ടെ. സിഗരറ്റ് വലിച്ചിട്ട് പള്ളിയിൽ വരുന്നവരുണ്ട്. ഉള്ളി തിന്നവന് പള്ളിയിൽ വരരുത് എന്ന് വളരെ ശക്തമായ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? പള്ളിയുടെ ഹുറുമത്ത് നഷ്ടപ്പെടും. ആ പള്ളിയിൽ മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പള്ളിയോട് ചേർന്നിട്ടുള്ള മൂത്രപ്പര വൃത്തിയാകാത്ത പരിപാലന സമിതി എന്തിനാണ് ഇവര് അള്ളിപ്പിടിച്ച് കിടക്കുന്നത്? പള്ളി ഭരിക്കാൻ എന്തിനാണ്? പള്ളി പരിപാലിക്കാൻ. ഓരോ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കി ആ തെരഞ്ഞെടുപ്പുകളിൽ എനിക്ക് മത്സരിക്കണം, ഞാൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറില്ല എന്ന് പറഞ്ഞ് വാശിയോടെ നിയമനിർമ്മാണ സഭകളിൽ മത്സരിക്കുന്ന അതേ ഗൗരവത്തോടെ പള്ളിയുടെ പരിപാലനം ഏറ്റെടുത്തുകൊണ്ട് ഇത് പള്ളി പരിപാലനമല്ല, പള്ളി ഭരണമാണ് എന്ന് പറഞ്ഞിട്ട്, പള്ളികളുടെ ഭരണമാണ് നാം നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് പരിപാലന സമിതിയിലേക്ക് തൂങ്ങിക്കിടന്നുകൊണ്ട് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അധികാരത്തിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ പള്ളിയെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ജമാഅത്ത് പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്. ഏത് സ്ഥലത്ത് പോയാലും ഞാൻ 10,000 പേരുള്ള ഒരു മഹല്ലത്തിന്റെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഗമയാണ്.